ഹായ് ഫ്രണ്ട്സ്, ജാബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്താ പറയുക, നമ്മളെ പുതിയാപ്പൾ സർക്കാരത്തിനൊക്കെ ഉണ്ടാവുന്ന മുട്ടമാല ഉണ്ടല്ലോ, അത് ഉണ്ടാക്കി വെക്കണം. സംഗതി വളരെ സിമ്പിളാണ്, പക്ഷേ എല്ലാവർക്കും അധികം റിസ്ക് ഉണ്ടെന്നാണ് എല്ലാവരും വിചാരം. പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോയാൽ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോകാം. ഏകദേശം ഒരു 10 മുട്ട എടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ വൈറ്റും യെല്ലോ നമുക്ക് എന്ത് ചെയ്യുക, വേർതിരിച്ച് വെക്കുക. അതാണ് കുറച്ച് റിസ്ക് ഉള്ളത്. ഏതായാലും കുറച്ച് വേർതിരിച്ച് വെക്കാം. അങ്ങനെ അല്പം ഇങ്ങനെ നമ്മളെ കൈ നനയെഴുതിട്ടോ, നനയില്ലാത്ത കൈ ഇങ്ങനെ ആക്കണം. ഉണ്ടോ? ഇനി ഇതെന്ത് ചെയ്യുക, ഒന്ന് മാറ്റി വെക്കുക. മഞ്ഞ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കാം. അതേമാതിരി നമ്മളെ ബാക്കിയുള്ള മുട്ടൊക്കെ ഇതേപോലെ ആക്കാം. അങ്ങനെ ഏകദേശം നമ്മളിങ്ങനെ അങ്ങനെ ആക്കി വെച്ചിന്. നമ്മളിപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ആ മഞ്ഞ ദീക്കിങ്ങനെ ഇടുക. എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. മഞ്ഞായിട്ട് നമ്മളെ മുട്ടമാലക്ക് ആവശ്യം. അങ്ങനെ എന്താ ചെയ്യുക, നമ്മളെ എല്ലാം ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ഈ ചണ്ടികളും ഒക്കെ ഇത് പോയി കിട്ടണം. അപ്പോൾ നല്ലോണം ഒന്ന് എന്ത് ചെയ്യുക, പതുക്കെ ഇങ്ങനെ ഇട്ടാണ്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് അരച്ചിങ്ങനെ എടുക്കാം. ഇങ്ങനെ ലേശം ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ യെല്ലോ അത് നല്ല അടിപൊളിയായിട്ട് അരച്ചിനെടുത്തിട്ടുണ്ട്, നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിലുള്ള പാടൊക്കെ ഒന്ന് ഒഴിവാക്കുക. നിങ്ങൾ എടുക്കുമ്പോൾ ഏകദേശം കുറച്ച് വലിയ അരിപ്പെടുക്കട്ടെ, നമുക്ക് പെട്ടെന്ന് പരിപാടി ചെയ്യും. ഇനി ഇതിൻ്റെ ഉള്ള പാടൊന്ന് കളഞ്ഞാണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം. അങ്ങനെ യെല്ലോ നമുക്കിത് നല്ല സ്മൂത്തായിട്ട് കിട്ടിയാണ്. ഇനി എങ്ങനെ മാല ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതേപോലെ ഒരു കുപ്പി ഇട്ട്, നമ്മളെ സാധാ വെള്ളത്തിൻ്റെ കുപ്പിയാണ്. ഇതാണ് നമുക്ക് ആവശ്യം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് ഇതിലേക്ക് മെല്ലാണ്ട് ഒഴിച്ച് കൊടുക്കുക, ചിന്താണ്ട്. ഏകദേശം ഇതാ ഫില്ലാക്കി കഴിഞ്ഞ് ഇനി അടപ്പൊന്ന് മൂടി കൊടുക്കുക. ഇങ്ങനെയായിട്ട് നമ്മളെ പരിപാടി, ഇതിമേലായിട്ട് നമ്മളെ പരിപാടി. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ആ സിറപ്പൊന്ന് റെഡിയാക്കിയാൽ നമ്മൾ ഏകദേശം പരിപാടി കഴിഞ്ഞ്. ഇത്ര പണിയുള്ളൂ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള പരിപാടിയാണ്. ഉരുളി ഒന്ന് വെച്ച് കൊടുക്കട്ടോ, ഒന്ന് ചൂടായി വന്നോട്ടെ. ഷുഗർ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 500 ഇട്ടിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യാം, നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ഷുഗറൊക്കെ ഒന്ന് ഉരുകി വന്നോട്ടെ. നല്ലോണം മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മുട്ടമാല ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് തിളച്ച് വന്നോട്ടെ. ഒരു കപ്പ് വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യമുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ സംഭവം എങ്ങനെയാണ്. ഒന്ന് തിളച്ച് ഒന്ന് ഉഷാറായി വന്നോട്ടെ. ഏകദേശം സിറപ്പെല്ലാം ചൂടായിട്ടുണ്ട്, അധികം തിളക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇങ്ങനെ ഒട്ടിയില്ല എന്നുള്ള പരുവത്തിൽ കേട്ടോ. ഇനി എന്ത് ചെയ്യുക, എല്ലാം ഒന്ന് ചുറ്റി കൊടുക്കാം. ചെറുതാക്കിയിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ മാല ചുറ്റി എടുക്കാം. ഇങ്ങനെ ഒന്ന് തട്ടാണ്ട് ഇങ്ങനെ ഒന്ന് എടുക്കുക. നിങ്ങൾ മുട്ട എടുക്കുകയാണെങ്കിൽ നാടൻ കോഴിമുട്ട ഉണ്ടല്ലോ, അതെടുക്കാൻ നോക്കുക. കാരണം എന്താ പറയുക, നല്ല യെല്ലോ കളർ ഇട്ടു. ഞങ്ങൾ സാധാ ഷോപ്പിൽ കിട്ടുന്ന അതാണ് വാങ്ങിയത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യെല്ലോ കളർ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മതി. അങ്ങനെ അടിപൊളിയായിട്ട് അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ, നല്ല സ്മൂത്തിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം ഒരു 10-20 സെക്കൻഡ് മതിട്ടോ. ഇനി ഇതേപോലെ ഒരു 3 വട്ടം എന്ത് ചെയ്യുക, വെള്ളം അങ്ങനെ കുടഞ്ഞ് കൊടുക്കുക. ഈ വെള്ളം കുടഞ്ഞ് കൊടുക്കണം എന്താ പറയുക, നമ്മൾ ആ തിക്നെസ് കിട്ടാൻ വേണ്ടി. നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് പിന്നെ വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ ആ സിറപ്പിൻ്റെ അതേ ടേസ്റ്റ് പോകാണ്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, ചെറുതാക്കിയിട്ട് ഇങ്ങനെ കോരി വേറൊരു പാത്രത്തിലേക്ക് എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. മാറ്റി വെക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ ഈ ഏത് പാത്രത്തിലാണോ അതൊന്ന് ചെരിച്ച് വെക്കാൻ നോക്കുക. കാരണം എന്ത്, സിറപ്പൊന്ന് സൈഡിലേക്ക് പോയി കിട്ടാൻ വേണ്ടിയാണ്. ഇതേപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് ആക്കിയെടുക്കാം. ബാക്കിയുള്ളത് കൂടി ഇങ്ങനെ ഫുള്ളാക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ആക്കിയ പോലെ തന്നെ ഒന്ന് ആക്കി കൊടുക്കാം.
റൗണ്ട് ഇങ്ങനെ ചുറ്റാട്ടോ, ഒന്നിലൊന്ന് തട്ടാണ്ട് ഇങ്ങനെ. അങ്ങനെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 3 വട്ടം വെള്ളം കുടഞ്ഞു കൊടുക്കുക, എന്നിട്ടൊന്ന് കോരി മാറ്റി വെക്കുക. ഇത്ര പണിയുള്ള മുട്ടമാല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മളെ മുട്ടമാല ഇതവിടെ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്, കണ്ട നല്ല നൂൽ പോലെ. ഇനി എന്ത് ചെയ്തൊന്ന് മാറ്റി വെച്ചാണ്ട് നമുക്ക് മുട്ടൻ്റെ വെള്ളം എടുത്താണ്ട് മുട്ടസുർക്ക ഒന്ന് റെഡിയാക്കിക്കാം. മുട്ടൻ്റെ വെള്ളം ഒന്ന് റെഡിയാക്കുക കേട്ടോ. മുട്ടസുർക്ക എന്നൊക്കെ പറയും ചില നാട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല. ഏതായാലും അല്പം പഞ്ചസാര, 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. ഒരു പിഞ്ച് ഉപ്പ് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ലാസ്റ്റായിട്ട് വേണ്ടത് പാൽപ്പൊടി കേട്ടോ, നമ്മളെ സാധാ ചെറിയ പാൽപ്പൊടിൻ്റെ പാക്ക് മതി. ഒരു ചെറുതാണ് എടുത്തത്, ഏകദേശം ഒരു ചെറിയ പാക്ക് എന്നാ പറയാം. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. അത് നേരെ അയക്കിടരുതിട്ട്, കാരണം ഒരു കട്ട പോലെ അങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം പറഞ്ഞിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഓവറാക്കണില്ല. നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ആ മുട്ട സുർക്കയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാൽപ്പൊടി മുട്ട സുർക്കയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അവിടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത്ര പണി കേട്ടോ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതെന്തിനാ അറിയാം, കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും, നല്ല ടേസ്റ്റിൽ കിട്ടാനാട്ടോ അതിങ്ങനെ ഉണ്ടാക്കണം, പാൽപ്പൊടിയൊക്കെ ഇട്ട് ഉഷാറാക്കണത്. ഇത് ശരിക്കും ആവിയിലിട്ടാണ്ട് വേവിക്കണം. നമ്മൾ സ്റ്റീലിൻ്റെ പാത്രം വെച്ചാണ്ട് അതിലിട്ടാണ്ട് വേവിക്കില്ല. പക്ഷേ നമ്മളത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പാനിലിട്ടാണ് ഉണ്ടാക്കണം. ഞാൻ എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ നമ്മൾ ആ മിൽക്കൊന്നായിട്ട് നമ്മൾ ഈ പാനിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കിയിട്ട് സെറ്റാക്കി വെക്കുക. ഇതുപോലുള്ളൊരു മൂടി ഇത് വെച്ച് കൊടുക്കട്ടോ. ഇതിൻ്റെ മുകളിലാണ് നമ്മളെ പാൻ വെക്കുന്നത്. പാനൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 25 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഒന്ന് മൂടി കൊടുക്കാം. ഇനി ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ചെരിച്ച് വെച്ചുകൊണ്ട് മുട്ടമാലത്തെ സിറപ്പൊക്കെ ഏകദേശം പോയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടില്ലേ. ഇനി എന്ത് ചെയ്യാം, നമ്മളെ മുട്ട സുർക്കൊന്നായിട്ട് നമുക്ക് ഒന്ന് ഡിസൈനിങ് ആക്കിയിട്ട് ഒന്ന് എടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. സ്ലോ ഫ്ലെയിമിനായിട്ട് നമ്മൾ കുക്ക് ചെയ്തിന്. അപ്പോൾ അടിയൊന്ന് കരിഞ്ഞുണ്ടാവില്ല എന്ന് വിചാരിക്കുക. ഏതായാലും നമുക്ക് നമ്മളെ മൂടി ഒന്ന് തുറന്നൊക്കെയാണുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. നല്ല സ്മൂത്തായിട്ട് കേട്ടോ, നല്ല സ്മൂത്തായിട്ട് തന്നെ ആയിട്ടുണ്ട്. ഏതായാലും നമ്മളെ മുട്ട സുർക്കൊന്ന് മാറ്റി വെക്കാം. ഒക്കെ ജസ്റ്റ് ഒന്ന് വീണ് കേട്ടോ. വീണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തട്ടി, അപ്പോൾ സൈഡ് ഭാഗമൊക്കെ പൊട്ടി. ഏതായാലും നമ്മൾ ഉള്ളത് ഇതേമാതിരി കട്ട് ചെയ്തെടുത്തത്. അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പുറം ഭാഗമില്ല, ഓവറായിട്ട് കരിഞ്ഞ് അങ്ങനെയൊന്നുമില്ല, അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ട് ഇതെടുക്കാം. അങ്ങനെ മുട്ടമാല ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ ഡിസൈനിങ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അവസാന ഡിസൈനിങ് ആയ ചെറീസ് കേട്ടോ ഒന്നുകൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ അതാ മുട്ടമാല ഇതവിടെ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. ഉണ്ടല്ലേ, എങ്ങനെയൊന്ന് കഴിച്ചിട്ട് നമുക്ക് റിസൾട്ട് എങ്ങനെയെന്ന് പറയാം. അങ്ങനെ നമ്മൾ പുതിയാപ്പള സൽക്കാരത്തിൻ്റെ മുട്ടമാല അവിടെ അടിപൊളി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചൊക്കെ എങ്ങനെ ഉണ്ട് എന്ന്. അടിപൊളിയായിട്ട് കേട്ടോ. സംഗതി നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാണ്. മുട്ട സുർക്കൂടി എങ്ങനെ ഉണ്ടാക്കാം. ചെറിയ പീസ് ഇങ്ങനെ നുള്ളിയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല നല്ല അടിപൊളി ടേസ്റ്റ്. ഏതായാലും ഈ മുട്ടമാല ഭയങ്കര റിസ്ക് ആണെന്ന് എല്ലാവരും പറയില്ല. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും ഇത് ഫുള്ളായിട്ടൊന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പം നമ്മളെല്ലാ സഹായത്തിനും ഉണ്ടാവും, പിള്ളേരുണ്ട് അവിടെ. നമുക്ക് ഏതായാലും അവർക്കൊന്ന് കൊടുത്തേക്കാം. അതിൽ നിന്ന് എടുത്ത് നോക്കി അങ്ങനെ ഉണ്ടാക്കിയാണ് എൻ്റെ കഴിച്ചു നോക്കിയാ. പപ്പി എങ്ങനെയുണ്ട്? പപ്പിയെ എങ്ങനെയുണ്ട്? എങ്ങനെ പപ്പിയെ നദി കഴിച്ചില്ലാത്ത ജാതി എങ്ങനെയുണ്ട്? ഏതായാലും ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.